കടഞ്ഞു പിഴിഞ്ഞു രചിച്ചതീ ഭാഗവതം മഹാവേദസാരം മഹാവേദസാരം നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. ഹൈന്ദവ വേദ പുരാണേതിഹാസങ്ങൾ സാന്ദ്രമനോഹര ഗീതങ്ങൾ ഹൈന്ദവ വേദ പുരാണേതിഹാസങ്ങൾ സാന്ദ്രമനോഹര ഗീതങ്ങൾ ആകെ കടഞ്ഞു പിഴിഞ്ഞു രചിച്ചതീ ഭാഗവതം മഹാവേദസാരം മഹാവേദസാരം നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ. ഹൈന്ദവ വേദ പുരാണേതിഹാസങ്ങൾ സാന്ദ്രമനോഹര ഗീതങ്ങൾ ഹൈന്ദവ വേദ പുരാണേതിഹാസങ്ങൾ സാന്ദ്രമനോഹര ഗീതങ്ങൾ ആകെ കടഞ്ഞു പിഴിഞ്ഞു രചിച്ചതീ ഭാഗവതം മഹാവേദസാരം മഹാവേദസാരം നാരായണ
നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. സത്തുക്കൾ നിത്യമായി പാരായണം ചെയ്യും ഉത്തമവേദമീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. അഷ്ടാദശ പുരാണങ്ങളിലേറ്റവും ഇഷ്ടമായി കണ്ടതീ ഭാഗവതം. നാരായണ ജയ നാരായണ, നാരായണ ജയ നാരായണ, നാരായണ ജയ നാരായണ, നാരായണ ജയ നാരായണ. ഉള്ളൂർ പാടിയതുപോലെ നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമുക്ക് നരകവും പണിയാൻ സാധിക്കും, നഗരവും പണിയാൻ സാധിക്കും, രണ്ടും പണിയാൻ സാധിക്കും. സ്വർഗത്തെയും പണിയാൻ സാധിക്കും, നരകത്തെയും പണിയാൻ സാധിക്കും. അപ്പം മനുഷ്യ മനസ്സാണ് നരകങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, മനുഷ്യ മനസ്സാണ് സ്വർഗവും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഏത് മതത്തിലും നരക സങ്കല്പങ്ങളുണ്ട്, സ്വർഗസങ്കല്പങ്ങളുണ്ട്. ഹിന്ദു മതത്തിലുമുണ്ട്, ക്രിസ്തു മതത്തിലുമുണ്ട്, ഇസ്ലാം മതത്തിലുമുണ്ട്, എല്ലാ മതത്തിലുമുണ്ട്. നിങ്ങൾക്ക് നഗരം പ്രത്യക്ഷമായിട്ട് കാണണമെങ്കിൽ ഇവിടെ ഉണ്ട്, അത് വേറെ കാര്യം. നിങ്ങൾ തായ്ലൻഡുകാർക്കൊരു ഷോ ഉണ്ട്, അവർ നാഷണൽ ഷോ. അതിൽ ശരിക്കും ഉണ്ടല്ലോ നരകം അവർ കാണിച്ചു തരും. ആളുകളെങ്ങനെ വേവിക്കുന്നതും പുഴുങ്ങുന്നതും അതുപോലെ റോസ്റ്റ് ചെയ്യുന്നതൊക്കെ. നരകത്തിൽ എന്തൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് പ്രത്യക്ഷമായിട്ട് അവരിങ്ങനെ കാണിച്ചു തരുന്നത്. ഷോ ആണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടു നടന്നില്ലെങ്കിൽ അത് നമ്മളെ എത്തിക്കുന്നത് നരകത്തിലേക്കായിരിക്കാം, നഗരത്തിലേക്കല്ല നരകത്തിലേക്കായിരിക്കാം. അങ്ങനെ മനുഷ്യ മനസ്സിന് എങ്ങനെയൊക്കെയാണ് നരകങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്, ഏതൊക്കെ നരകങ്ങളാണ് ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് 26-ാമത്തെ അധ്യായത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഈ നരകങ്ങളെക്കുറിച്ചൊരു കഥ പറയുമ്പം നാരദ മഹർഷിക്ക് ഒരിക്കലൊരു മോഹം, നരകം കാണണമെന്നൊരു മോഹം. ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഭഗവാൻ എനിക്ക് അവിടുത്തെ നരകം ഒന്ന് കാണണം, തരക്കടില്ല, മോഹമുണ്ട്. പറഞ്ഞു, എന്തിനാ മഹർഷി അങ്ങേക്ക് ഈ നരകമൊക്കെ കാണുന്നത്? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് നരകത്തിലുള്ള ആളുകളുടെ യാതനയൊക്കെ ഒന്ന് കാണണമെന്നൊരു മോഹം എന്ന്. പറഞ്ഞു, നരകം മാത്രമായിട്ട് കാണണ്ട, സ്വർഗം കൂടി കണ്ടോളൂ എന്ന്. എന്നാ മഹർഷിയെ പോവാൻ നമുക്ക്. ഭഗവാൻ മഹർഷിയും കൊണ്ടുപോയി. എങ്ങോട്ട്? നരകവും സ്വർഗവും കൂടി കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ആദ്യം കൊണ്ടുപോയത് നരകത്തിലേക്കാണ്. അപ്പോൾ ഉച്ച സമയത്താണ് കൊണ്ടുപോയത്. അപ്പം നരകത്തിലുള്ള എല്ലാ ജീവന്മാരെയും വിട്ടിരിക്കുക ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണത്രേ അവിടുത്തെ ഊണിൻ്റെ സമ്പ്രദായം? വലിയൊരു ടേബിളിൻ്റെ മുകളിൽ എല്ലാ വിഭവങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ചോറ്, ഒരു പാത്രത്തിൽ സാമ്പാർ. കേരളത്തിലെ നരകല്ലേ, ഇങ്ങനെ ഓരോ പദാർത്ഥങ്ങൾ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരോടൊക്കെ കൈ കഴുകാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജീവാത്മാക്കളൊക്കെ, നരകയാതനകൾ അനുഭവിക്കുന്നവരൊക്കെ അവിടെ എത്തിച്ചേർന്നു. അവർക്കൊക്കെ മനുഷ്യദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ കൈകളുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ നീളത്തിലുള്ള സ്പൂണുകൾ കെട്ടിയിട്ടുണ്ട്. അത്രേ നീളത്തിലുള്ള സ്പൂണുകൾ. അപ്പോൾ ഈ സ്പൂൺ കൊണ്ടേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ, കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. കാരണം അതിലൊക്കെ സ്പൂണാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്, രണ്ട് കൈയിലും. നാരദ മഹർഷിക്ക് അത്ഭുതമായി, ഇവരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഇത്ര ഇവർ ഭക്ഷണം കഴിക്കുന്നത്? നാരദ മഹർഷി കാണുന്ന കാഴ്ച, ഓരോരുത്തരും വരും, ചോറിലേക്ക് സ്പൂണിടും, ഒറ്റ ഏറ് മുകളിലേക്ക്. കാരണം കഴിക്കാൻ പറ്റുന്നില്ല. അതുപോലെ സാമ്പാർ എടുക്കും, മുകളിലേക്ക് എറിയും. അച്ചാറെടുക്കും, മുകളിലേക്ക് എറിയും, വായ പൊളിക്കും. അതിനിടയ്ക്ക് വേറെ ചില ജീവന്മാരുടെ കണ്ണിലേക്ക് വീഴുന്നുണ്ട്, അവർ ദേഷ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒരെണ്ണത്തിനും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഒരുത്തൻ്റെ കണ്ണിൽ പോയതിന് അങ്ങട്ടടി ഇങ്ങട്ടടി, കുത്ത്, നായാട്ട്, ബഹളം.
നാരദ മഹർഷിക്ക് സങ്കടം തോന്നി. എല്ലാം ഉണ്ടായിട്ടും അനുഭവിക്കാൻ പറ്റുന്നില്ല. കണ്ടു കണ്ട് മടുത്തുപോയി. പാവം ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ആർത്തി കാണിച്ച് വെള്ളവുമില്ല ഭക്ഷണവുമില്ല, കൊതി കൊണ്ട് ഓരോന്നിങ്ങനെ ചിലതൊക്കെ നായക്കളെ പോലെയൊക്കെ കഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല. കഴുത്തിലെന്തോ കെട്ടിയിട്ടുണ്ട്, സമ്മതിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് മതി. നാരദ മഹർഷി ഭഗവാനോട് പറഞ്ഞു, അങ്ങയുടെ സ്വർഗ്ഗം ഒന്നും കൂടി ഇത് കാണിച്ചതിരിക്കും. അങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ നല്ല പരവതാനി കൊതിച്ചിട്ടുണ്ട്, ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതുപോലെ തന്നെ സിസ്റ്ററൊക്കെ ഒരു വലിയ ടേബിളിൻ്റെ മുകളിൽ ഇതേ വിഭവങ്ങൾ അവിടെയും വെച്ചിട്ടുണ്ട്. 1-2 സ്വീറ്റ്സ് കൂടും, കാരണം ദേവന്മാർക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണല്ലോ, അത് വെച്ചിട്ടുണ്ട്. ഇവരുടെയും കയ്യിൽ ഇതുപോലെ സ്പൂണ് കെട്ടിയിട്ടുണ്ട്. അപ്പം നാരദ മഹർഷിക്ക് അതിശയായി. ഈ ജീവന്മാരുടെ ഈ പ്രേതങ്ങളുടെ കയ്യിലും കെട്ടിയിട്ടുണ്ട്, ദേവന്മാരുടെ കയ്യിലും കെട്ടിയിട്ടുണ്ട്. അപ്പം നരകത്തിലുള്ളവർക്ക് സ്പൂണുണ്ട്, സ്വർഗത്തിലുള്ള. അപ്പം എന്താ വ്യത്യാസം ഭഗവാനെ? ഉടനെ ഭഗവാൻ കാത്തിരിക്കൂ, നാരദ മഹർഷി കാണുമോ. ദേവന്മാരെല്ലാം പോയി കൈയെല്ലാം കഴുകി എപ്പോഴേക്കും അകത്തേക്ക് വരുമ്പോഴേ ഈ സ്പൂണ് കെട്ടത് പ്രയോഗം. ആർക്കും അങ്ങനെ കൈകൊണ്ട് തൊടാൻ പാടില്ല. അങ്ങനെ ദേവന്മാരൊക്കെ അകത്തെത്തി ആ ഡൈനിങ് ടേബിളിന് ചുറ്റും നിന്നു. നാരദ മഹർഷിക്ക് തോന്നി ഇവരും അവരെ പോലെ മുകളിലേക്ക് എറിയൽ പ്രയോഗം നടത്തുന്നു. നാരദ മഹർഷിയെ അതിശയപ്പെടുത്തിക്കൊണ്ട് അവരെന്താ ചെയ്തതെന്നറിയോ? സ്പൂൺ എടുക്കും, എന്നിട്ട് അതിലിത്തിരി സാമ്പാറൊക്കെ മിക്സ് ചെയ്യും. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് അവനവൻ്റെ വായിലേക്കല്ലേ വരാത്തുള്ളൂ, എന്തു ചെയ്യും? മറ്റവൻ അങ്ങനെ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. ഇയാൾ അയാൾക്ക് കൊടുക്കും. ഇതാണ് കെയറിങ് ആൻഡ് ഷെയറിങ് എന്ന് പറയുന്നത്. ഇയാൾ അയാളെ കെയർ ചെയ്യും, അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യും. ഇങ്ങനെ സ്വർഗത്തിലുള്ളവർ ഒരു വറ്റുപോലും താഴെ വീഴാതെ ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറ് നിറച്ചുകൊണ്ട് സംതൃപ്തിയോടുകൂടി ഇറങ്ങിപ്പോകുമ്പോൾ ഭഗവാൻ നാരദ മഹർഷിയോട് ചോദിക്കും, എന്താ വ്യത്യാസം എന്ന്. മഹർഷി പറയാണ്, വ്യത്യാസം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണവും സെയിമാണ്, കെട്ടിയിരിക്കുന്നതൊക്കെ സെയിമാണ്, പക്ഷെ എവിടെ വ്യത്യാസം? മനസ്സിൽ വ്യത്യാസം. അപ്പോൾ ആരാണ് നരകത്തിലേക്ക് പോവുക? തീർച്ചയായിട്ടും ഏത് മനുഷ്യ മനസ്സിലാണോ സ്വാർത്ഥതയും മത്സരവും തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ കൂടുതലുള്ളവർ, അവർക്കുള്ള സ്ഥലങ്ങളാണ് നരകം എന്നുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. പേടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് നരകം. എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യുമ്പോൾ അപ്പം പറഞ്ഞാൽ മതി, ദേ നരകത്തിൽ പോയി അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് എല്ലാ മതങ്ങളും പിടിച്ചു നിൽക്കുന്നത് ഏറെക്കുറെ ഈ നരകത്തിൻ്റെ ചിന്തയിലാണ്. അതില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഒരു മതത്തിന് ഒരാളും ബഹുമാനിക്കുക പോലും ഇല്ല. നരകം എന്നുള്ളൊരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ഒരു മതങ്ങൾക്കും പ്രസക്തി ഉണ്ടാവില്ല. പേടിപ്പിച്ചിരിക്കുകയാണ് പലരെയും. അപ്പം ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടോ വാസ്തവത്തിലുണ്ടോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നരകം എന്നൊക്കെ പറയുന്നത് ഓരോ മനസ്സിൻ്റെയും അനുഭവ മണ്ഡലങ്ങളെയാണ് എന്ത് പറയുന്നത്, നരകം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭൂമി കുഴിച്ചെടുത്തുകൊണ്ട് പല ഗവേഷണങ്ങളും നടത്തിയിട്ടുള്ള ആളുകൾ അവർ പറയുന്നത് ഭൂമിയുടെ ആഴത്തിലേക്ക് പോകും തോറും ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ കൂടുതൽ ചൂടാണ് ആഴങ്ങളിലേക്ക്. അവിടെയും പല ജീവജാലങ്ങൾ, പുഴുക്കളും മണുക്കളൊക്കെ ആയിട്ടുണ്ട് എന്നാണ്. അവിടെയുണ്ട് പലതും. അവിടെയുണ്ട് കത്തിജ്വലിക്കുന്ന, ഇളകി മറിയുന്ന, കത്തിജ്വലിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടിൽ ഇളകി മറിയുന്ന വെള്ളം അവിടെയുമുണ്ട്. എവിടെ? ഭൂമിയുടെ താഴെ, ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഭൂമിക്ക് താഴെ നരകമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം? അങ്ങനെയുള്ള ചൂടുള്ള മേഖലകളിൽ ജന്മം കിട്ടിക്കൊണ്ട് ആ ജീവൻ അതെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നതായിരിക്കാം അർത്ഥമെടുക്കുന്നത് പറയാൻ. അല്ലാതെ നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ നരകത്തെക്കുറിച്ച് പറയുന്നത് ആകാശത്തിന് മുകളിലൊരു സ്ഥലമുണ്ട് എന്നല്ല, എല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതിനെയാണ് നരകം എന്ന് പറയാം. കൂടുതൽ നമുക്കത് മുഴുവൻ കണ്ടതിന് ശേഷം മതി, ഒന്നുകൂടി അറിയണമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ 26-ാമത്തെ അധ്യായത്തിലെ ആ നരകവർണ്ണന ഞാൻ മുഴുവനാക്കുകയാണ്. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീപാകം, അസീപത്രവൻ തുടങ്ങിയിട്ടുള്ള നരകങ്ങളൊക്കെ ഞാൻ ഇന്നലെ വർണ്ണിക്കുകയുണ്ടായി. ആരാണോ മറ്റൊരാളുടെ സമ്പത്തിനെ അറിയാതെ എടുക്കുന്നത്, അങ്ങനെയുള്ളവർ താമിശ്രം നരകത്തിലേക്ക് പോകും. അവിടെ എന്താണ്?
ഇരുട്ടുള്ള മുറി അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലം, അവിടെ പീഡനങ്ങളും, വെള്ളം കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. അത് കഴിഞ്ഞ് അന്ധതാമിശ്രം, അറിഞ്ഞുകൊണ്ടൊരാളുടെ സമ്പത്ത് വഞ്ചിക്കുന്നവർക്കുള്ള നരകമാണ് അന്ധതാമിശ്രം. അവർക്ക് കുറേയും കൂടിയും ക്രൂരമായിട്ടുള്ള വേദനകൾ അവിടെയും അനുഭവിക്കണം. അത് കഴിഞ്ഞ് അടുത്ത നരകമാണ് രൗരവം എന്നുള്ള നരകം. ആരാണോ അവനവനും അവനവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ചത്, ആ സ്വാർത്ഥതയിൽ ജീവിച്ചത്, അവർക്കുള്ള നരകമാണ് രൗരവം. അവിടെയും അവർക്ക് വെള്ളം കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല, അവരെ അവഗണിക്കും, അവരെ വളരെയധികം അവശരാക്കും, അങ്ങനെയൊക്കെയുള്ള വേദനകൾ അവരനുഭവിക്കണം. ഇനി അവനവന് വേണ്ടി മാത്രം ജീവിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള നരകമാണ് മഹാരൗരവം എന്ന് പറയുന്ന നരകം. അവരവിടെയാണെങ്കിലോ അവർ വളരെയധികം വേദനാത്മകമായ അനുഭവങ്ങളിലൂടെ ഒരാളും തിരിഞ്ഞു നോക്കാൻ പോലും പോവാത്ത രീതിയിൽ, അത്രമാത്രം അവഗണിക്കപ്പെടുന്ന രീതിയിൽ താടനങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റ് അവർ ജീവിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് മൃഗങ്ങളെയും മറ്റും പക്ഷികളെയും നമ്മുടെ നാവിൻ്റെ രുചിക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ളവർക്കുള്ളതാണ് കുംഭീഭാഗം. ആ ശബ്ദം തന്നെ രസമാണ്. കുംഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അത് കഴിച്ചത്. ഈ നരകത്തിൻ്റെ പേരും കുംഭീഭാഗം എന്നാണ്. ഇവരുടെ കുംഭയും വേറൊരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വേദന അല്ല സ്വാമി ഞങ്ങളല്ലോ കൊന്നിട്ടുണ്ടാവുക, വേറെ ആരോ കൊന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരില്ലേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മാംസത്തിലും ഒരംശം ജീവൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ അനുഭവങ്ങളൊക്കെ ആരും അനുഭവിക്കണം? ആ കഴിച്ചവരൊക്കെ അനുഭവിക്കണം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, മുക്തരാവാനുള്ള വഴിയും പറഞ്ഞുതരാം. ഇതിനൊക്കെ പുറത്തു ചാടാനുള്ള വഴിയുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നരകം. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2-3 നരകങ്ങളൊക്കെ പറഞ്ഞു. അതായത് ആരാണോ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടൊക്കെ ജീവിച്ചിരിക്കുന്നത്, അവർക്ക് അസിപത്രവനം എന്ന് പറഞ്ഞ നരകമുണ്ട്. പിന്നെ ആരാണോ സജ്ജനങ്ങളെ, നല്ല ആളുകളെ, മറ്റുള്ളവരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ട് തൻ്റെ സുഖം നേടിയെടുത്തിരിക്കുന്നത്, അവർക്ക് സൂകരമുഖം എന്നുള്ള നരകമുണ്ട്. അതൊക്കെ പറഞ്ഞതിന് ശേഷം എന്നല്ല നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് പഞ്ചയജ്ഞങ്ങൾ ചെയ്യാത്തവർക്കുള്ള നരകമാണ് കൃമികുണ്ഡം. കൃമികളെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ പഞ്ചയജ്ഞം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും 5 യജ്ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതായത് നമ്മുടെ സമ്പത്തിൻ്റെ ഉപയോഗം നമ്മൾ 5ആയിട്ട് വിഭജിച്ചു കൊള്ളണമെന്നാണ്. 1 അവനവന് വേണ്ടി വെക്കണം, 1 അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി വെക്കണം, 1 അവനവൻ്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സഹായത്തിന് വെക്കണം. പിന്നീട് ഒരംശം ജീവജാലങ്ങൾക്ക് വേണ്ടി വെക്കണം, ഒരംശം ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്നാണ്. ഇങ്ങനെയാണ് 5 യജ്ഞങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ ഭാരതത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂതങ്ങളോടുള്ള ദയ, ചുറ്റുപാടുള്ള ദേവന്മാരോടുള്ള ദയ എന്ന് പറഞ്ഞാൽ നമ്മളെ നിലനിർത്താൻ ആരൊക്കെ ഇവിടെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അവരോടും ദയ കാണിക്കണം. ഇത് പറയുമ്പോഴൊന്നുമല്ല, നമ്മൾ കുറേയും കൂടി ഒരു വൈഡർ സെൻസിൽ കാണുമ്പോൾ നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ട് എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നുണ്ടോ നമുക്ക് വേണ്ടി ഒരാൾ വെയിൽ കൊണ്ട് പാടത്ത് പണിയെടുക്കുന്നുണ്ട് എന്ന്? ഉണ്ടോ? നിങ്ങൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ നമുക്കനുഭവിക്കാൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരില്ലേ? അതുകൊണ്ട് നമ്മൾ അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടിയൊരു സാധനം നമ്മൾ അനുഭവിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്തിൻ്റെ ഒരു അംശം ചെലവഴിക്കണം. അതായിരുന്നു പൂർവികന്മാരുടെ സംസ്കാരം. അപ്രകാരം ആരാണോ പഞ്ചയജ്ഞം ചെയ്യാതെ ജീവിച്ചിരിക്കുന്നത് അവർക്കുള്ള നരകമാണ് ഏതാണ്? കൃമിഭൂതം സ്വയം കൃമിഭിരേവ ഭക്ഷ്യമാണ് കൃമിഭോജനോ യാവൽ. അവർ അത്രയും കാലം എന്ത് വേണം? കൃമിയെ കഴിച്ചുകൊണ്ട് അവിടെ കൂടണം എന്ന്. നല്ല സാധനമാണേ, അതാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടോ ആരാണോ ഇവിടെ തേന ബലാൽവാഹിരണ്യരത്നാധീനി ബ്രാഹ്മണസ്യ വ്യാപഹരതി അന്യസ്യവാനാപതി പുരുഷസ്തമോത്രരാജൻ യമപുരുഷ അയസ്തസ്മൈ അഗ്നിപിണ്ഡൈ സന്ദശ്യേ സ്വജി നിഷ്കുഷന്തി. ആരാണോ സ്തേന കട്ടുകൊണ്ട് സജ്ജനങ്ങളുടെ സമ്പത്തും മറ്റും അറിഞ്ഞുകൊണ്ട് അപഹരിച്ചുകൊണ്ട്, അതായത് ഇവിടുത്തെ കുറച്ചും കൂടി ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആരാണോ
മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അവരെ തീയിലിട്ട് പഴിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ അവരെ വേവിച്ചുകൊണ്ടൊക്കെ അവരെ ശിക്ഷിക്കുന്നതാണ്. പബ്ലിക് പ്രോപ്പർട്ടി, ഇതിനെക്കുറിച്ചൊരു കഥ പറഞ്ഞ വേഗം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലൊരു ബ്രാഹ്മണൻ ഒരു പട്ടിയെ കല്ലെറിഞ്ഞു. പട്ടിക്ക് വല്ലാതെ വേദന വന്നു. അപ്പം അന്നൊക്കെ പട്ടികൾ സംസാരിക്കണ കാല, ത്രേതായുഗത്തിലെ പട്ടികൾ. പട്ടി നേരെ ചെന്ന് അന്നത്തെ ചക്രവർത്തിയായിരുന്നു അത്രേ ശ്രീരാമസ്വാമി. ശ്രീരാമസ്വാമിയോട് ചെന്ന് പറഞ്ഞു, ഈ ഒരു ബ്രാഹ്മണൻ എന്നെ കല്ലെടുത്തെറിഞ്ഞിട്ട് എൻ്റെ കാലൊടിഞ്ഞിരിക്കണോ, അയാൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന്. ഉടനെ ശ്രീരാമസ്വാമി ഉത്തരവിട്ടു, എവിടെ, ബ്രാഹ്മണനെ കൊണ്ടുവരുമെന്ന്. ഇന്നങ്ങനെ പട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ കാലം നോക്കൂ, പട്ടികൾക്ക് അതിനും പിന്നെ അതിനി രാജാക്കന്മാർക്ക് സമയം ഉണ്ടാവുള്ളൂ. ഏതായാലും ആ ബ്രാഹ്മണനെ വരുത്തി. ബ്രാഹ്മണനോട് ചോദിച്ചു, പട്ടി കല്ലെറിഞ്ഞോ ചോദിച്ചു. കല്ലെറിഞ്ഞു. ഞാൻ ഊണ് കഴിക്കുന്ന സമയത്ത് കൊതിയോടുകൂടി ഇവൻ നോക്കി നിന്ന് എൻ്റെ ചോറിലേക്ക്. അപ്പം പിന്നെ എനിക്ക് ദേഷ്യം വരാണ്ടിരിക്കുമോ? കൊടുത്തു ഞാനൊരു വീക്ക് എന്ന്. ആ പട്ടിയോട് ചോദിച്ചു, നീ എന്തിനാ കൊതിയോടുകൂടി നോക്കി നിന്നത്? പറഞ്ഞു, ഏത് പട്ടിയും വിശന്ന കൊതിയോടുകൂടി നോക്കി നിൽക്കില്ലേ? ബ്രാഹ്മണന് ഇത്തിരി ബുദ്ധിയില്ലേ? എനിക്ക് ലേശം ചോറ് തന്നിട്ട് അയാൾക്ക് കഴിക്കായിരുന്നില്ലേ? അതെന്തുകൊണ്ട് ബ്രാഹ്മണൻ ചെയ്തില്ല? ശ്രീരാമസ്വാമി പറഞ്ഞു, ബ്രാഹ്മണ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ പട്ടി പറഞ്ഞ പരാതി ഞാൻ സ്വീകരിക്കണോ, അങ്ങേ ഞാൻ ശിക്ഷിക്കാൻ നിശ്ചയിച്ചിരിക്കണോ? പട്ടിയോട് ചോദിച്ചു, ബ്രാഹ്മണൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന്. ഉടനെ പറഞ്ഞു, അമ്പലത്തിൻ്റെ മാനേജരാക്കിയാൽ മതിയെന്ന്. ശ്രീരാമസ്വാമിക്ക് വളരെ അത്ഭുതമായി. അമ്പലത്തിൻ്റെ മാനേജരാക്കേ, അതെന്തിനാ ഇങ്ങനെ? അത് നല്ലൊരു കാര്യമല്ലേ? അത് ഇയാളെ ഉയർത്തുകയല്ലേ അങ്ങ് ചെയ്യുന്നത്, ശിക്ഷയല്ലല്ലോ എന്ന്. ഉടനെ പട്ടി പറഞ്ഞു, കഴിഞ്ഞ ജന്മം ഞാനത്